ആധുനിക കാലത്ത് ആണും പെണ്ണും കുട്ടികളെ നൽകുന്നത് അല്ലാഹുവാണ്. ആണോ പെണ്ണോ ആയി മക്കൾ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു ഉമ്മക്കോ ഒരു ഉപ്പക്കോ ഒരിക്കലും ഒരു നിലക്കും ഇടപെടുക സാധ്യമല്ല എന്ന് ശാസ്ത്രീയമായി തന്നെ ബോധ്യമുള്ള ഒരു തലമുറയാണ് ഇപ്പോഴത്തേത്. എന്നിട്ട് പോലും പെൺകുട്ടിയെ വേണ്ടെന്നോ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ സന്തോഷം കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. 6-ാം നൂറ്റാണ്ടിൻ്റെ ജാഹിലിയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണതെന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അവരാർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് ഒരു സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്താൽ അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നത് കാണാൻ കഴിയും. വഹുവ കദീം, ആ പിതാവിൻ്റെ മുഖത്ത് ദേഷ്യം കാണാമായിരുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, കുഞ്ഞ് ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ആർക്കും മുഖം കൊടുക്കാതെ അവർ സമൂഹത്തിൽ നിന്ന് ഓടി മറയുകയാണ്. ചിന്തിക്കുന്നത് അയുംസികുഹു അലാ ഹൂനിൻ, ആ കുഞ്ഞിനെ നിന്ദ്യതയോടെ അപമാനത്തോടെ വെച്ച് പൊറുപ്പിക്കണമോ പോറ്റി വളർത്തേണമോ, അം യദുസ്സുഹു ഫിത്തുറാബ്, ആ കുഞ്ഞിനെ മണ്ണിൽ തന്നെ ഇട്ടേച്ചു മൂടേണമോ, മണ്ണിലിട്ട് മൂടിക്കളയണോ, അല്ലെങ്കിൽ അപമാനതയോടുകൂടെ കുഞ്ഞിനെ വളർത്തേണമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം പെൺകുഞ്ഞ് ജനിച്ചാൽ ആണും പെണ്ണും അല്ലാഹു നൽകുന്ന നിഅമത്താണ്. പെൺകുട്ടികൾ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് ബാധ്യതയാവുകയാണെന്നാണ് അവർ ധരിക്കുന്നത്. ആൺകുട്ടികളെ പോലെയല്ലല്ലോ, ജോലിക്ക് പറഞ്ഞയച്ചിട്ടോ അധ്വാനിപ്പിച്ചിട്ടോ പുറത്തിറങ്ങി അവസരങ്ങൾ നൽകിയിട്ടോ മക്കളിലൂടെ ഒരു വരുമാനം കിട്ടണമെന്ന് പെൺകുട്ടികളെപ്പോലെ ആൺകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക അന്ന് പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്യാൻ കാരണം. ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുമായിരുന്നു, മൻ കാന ലഹു സലാസു ബനാത്ത്, ആർക്കെങ്കിലും 3 പെൺകുട്ടികളുണ്ടെങ്കിൽ ഫസബറ അലൈഹിന്ന, ആ പെൺകുട്ടികളെ ക്ഷമയോടെ വളർത്തുകയാണെങ്കിൽ, വഅത്അമഹുന്ന വസഖാഹുന്ന, ആ പെൺകുട്ടികൾക്ക് തിന്നാനും കുടിക്കാനും, വകസാഹുന്ന മിൻ ജിദതിഹി, സ്വന്തം സമ്പത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ, കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് ആ പെൺകുട്ടികൾ മറയായി നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ഒരു ഉമ്മ വന്നു 2 പെൺകുട്ടികളെയും കൊണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ദാരിദ്ര്യം പറഞ്ഞ് വിഷമം പറഞ്ഞ് കഴിക്കാനൊന്നുമില്ല, ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോ ആ ഉമ്മയുടെ കയ്യിൽ 3 ഈത്തപ്പഴം കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 3 ഈത്തപ്പഴം കൊടുത്തു. ആ 3 ഈത്തപ്പഴത്തിൽ ഓരോ മക്കൾക്ക് കൊടുത്തു. 2 പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്ത് തൻ്റെ ഊഴമായി 3-ാമത്തേത് കഴിക്കാൻ വേണ്ടി ഉമ്മ വായയിലേക്ക് വെക്കുമ്പോൾ ആ മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്കത് വേണം, ഞങ്ങളുടെ വിശപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കടി പോലും കടിക്കാതെ തൻ്റെ അവകാശമായ ആ ഒരു ഈത്തപ്പഴം 2 പെൺകുട്ടികൾക്കിടയിൽ ചീന്തിക്കൊടുത്ത് പകുതിയായി ആ പെൺകുട്ടികൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത ഒരു ഉമ്മയുടെ അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് വന്ന് പറഞ്ഞു, നബിയേ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു ഉമ്മയുടെ സ്നേഹം. സ്വന്തം വയറ് വിശന്ന് കത്തിയെരിയുമ്പോഴും മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഒരു ഈത്തപ്പഴം ഓരോരുത്തരും കഴിച്ചിട്ടുണ്ട്, 3-ാമത്തേത് ഉമ്മാക്ക് കഴിക്കാനുള്ളതാണ്. എന്നിട്ട് പോലും അത് ചീന്തിയെടുത്തിട്ട് 2 പെൺമക്കളുടെയും കയ്യിൽ കൊടുത്തതിൻ്റെ കഥ പറയുമ്പോൾ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന, ആ ഒരു പണി ചെയ്തതിൻ്റെ പേരിൽ 2 പെൺകുട്ടികളെ അത്രമേൽ പരിഗണിക്കുകയും ആ പെൺകുട്ടികൾക്ക് തന്നെ തിന്നാൻ കൊടുത്ത് പട്ടിണി കിടക്കാൻ തീരുമാനിച്ച ആ ഉമ്മയോട് പറയണേ, ഒരു ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴം, ആ ഈത്തപ്പഴം നൽകിയതിൻ്റെ പേരിൽ
അല്ലാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കി. വഅതഖഹാ ബിഹാ മിനന്നാർ, അല്ലാഹു നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അല്ലാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പെൺകുട്ടികളെ ഗൗനിച്ചതിനെ കുറിച്ചായി പറയുന്നത്. ആൺകുട്ടികളോട് അവരെ ഗൗനിക്കരുത് എന്നല്ല ഇതിനർത്ഥം. ആൺകുട്ടികളോട് സ്വാഭാവികമായ ഒരടുപ്പമോ ഏറെ സന്തോഷമോ മാതാപിതാക്കളിൽ കാണുക സ്വാഭാവികമാണ്. എന്നാൽ പെൺകുട്ടികളുടെ വിഷയത്തിൽ അത് നിങ്ങൾ ഗൗനിക്കണം. പെൺമക്കൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള താക്കോലുകളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഗർഭിണികളായിരിക്കെ റമദാൻ മാസം വന്നാൽ, അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയം റമദാൻ മാസം വന്നാൽ, കുഞ്ഞിനെന്തെങ്കിലും പ്രയാസം വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കുകയും ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്ത് അതിന് വേണ്ട ഫിദീ കൊടുത്താൽ അതതിന് സാധ്യമാണ് എന്നൊരു മസ്അല തന്നെ. ഒരു പെണ്ണിന് മുലയൂട്ടുമ്പോഴോ ഗർഭം ധരിക്കുമ്പോഴോ കുഞ്ഞിന് പ്രയാസമുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമുണ്ട്, എന്നാൽ നോമ്പ് ഖളാ വീട്ടുകയും വേണം. അങ്ങനെ നോമ്പ് മുറിക്കാൻ, ഇഫ്താർ ചെയ്യാൻ, നോമ്പ് മുറിക്കാനുള്ള ഒരു മസ്അല ഒരു ഉമ്മാക്ക് നൽകുന്നത് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു പ്രയാസം വരാതിരിക്കാനാണ്. ലാ തജ്നി ഉമ്മുൻ അലാ വലദ്, ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസമുള്ളത് ചെയ്യരുത്. ഹബീബിന്റെ ഹദീസാണത്. ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ തൻ്റെ വയറ്റത്തിരിക്കുന്ന കുഞ്ഞിന് ഉപദ്രവമാകുന്ന വിധമുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഉപദ്രവമാകും വിധം മടിപിടിച്ച് വ്യായാമമില്ലാതിരിക്കുന്നതോ, ആ കുഞ്ഞിന് ഉപദ്രവമാകുന്ന മരുന്ന് കഴിക്കുന്നതോ, ആ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ മാനസികമായോ അല്ലാതെയോ ഒരു കുഴപ്പം വരുന്ന വിധത്തിൽ ഡെലിബറേറ്റായിട്ട് ഡിപ്രഷൻ അടിച്ച് കിടക്കുന്നതോ ഒന്നും ചെയ്യരുതേ. ലാ തജ്നി ഉമ്മുൻ അലാ വലദിൻ, ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് മേൽ അതിക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞ ഹദീസിനെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് പോലും ഒരു ഉമ്മ പരിഗണന കൊടുക്കുകയും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചു പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് ഒരു വൈകൃതമുണ്ടാകത്തക്ക വിധം ഉമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവരുത്, അത്രമേൽ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉമ്മമാർ പോഷണം കഴിക്കണമെന്ന് പറയുന്നത്. ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് ഗർഭമുണ്ടെങ്കിൽ ആ കുഞ്ഞിനാവശ്യമായ പോഷകങ്ങൾ കഴിക്കണം. നമ്മളങ്ങനെ ഡോക്ടർമാർ എഴുതിയാൽ അത് അവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതാൻ അങ്ങനെ പറയും. ഒരുപക്ഷെ ഏതെങ്കിലും വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാ അവരത് എഴുതിത്തരാ, കഴിച്ചേക്ക്. നമ്മൾ ചോറും കറിയും കഴിക്കുമ്പോൾ ഒരുപക്ഷെ വേണ്ടത് അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല, വിശപ്പ് മാറിയേക്കും. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ പോഷണത്തിന് ആവശ്യമായത് കിട്ടിയില്ല എന്ന് വരും. വെറുതെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും, അതൊരു ഉപദ്രവമുള്ള സാധനമൊന്നും അല്ല, ബോഡിക്കും കുഞ്ഞിനും ഉപകാരമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുന്നതെങ്കിലും നിർബന്ധമായും കഴിച്ചിരിക്കണമെന്ന. എന്തേ? ലാ തജ്നി ഉമ്മുൻ അലാ വലദിൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഒരു കുഞ്ഞിന് പ്രയാസമാകുന്നതും ഒരു ഉമ്മ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് നബിയേ അസബതു ഹദ്ദൻ യാ നബിയല്ലാഹ് അസബതു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ. വ്യഭിചാരം ചെയ്ത് ഗർഭിണിയായ ഒരു പെണ്ണ്, പൂർണ്ണ ഗർഭിണിയായി ഹബീബിന്റെ മുമ്പിൽ വന്ന ഒരു സംഭവമുണ്ട്. ലമ്മാ ജാഅത്തിൽ മർഅത്തുൽ ഗാമിദിയ, ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ്, അവർ ഗർഭിണിയാണ്. ആ ഗർഭം വിവാഹേതര ബന്ധത്തിൽ നിന്നുണ്ടായതാണ്, വ്യഭിചാരത്തിന്റെ ഗർഭമായിരുന്നു. ഫഅഖിംഹു അലയ്യ, നബിയേ അല്ലാഹു എന്താണോ വ്യഭിചാരത്തിന്റെ ശിക്ഷ വിധിച്ചത് അത് എന്നിൽ നടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ സമീപിച്ചു ഒരു പെണ്ണ്. വ്യഭിചാരമോ അതുപോലെ തന്നെ മോഷണമോ പോലെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഒരു കോടതിയിൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയിൽ വന്ന് പറയാതെ, ഏറ്റുപറയാതെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങാൻ അവസരമുണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തേക്കും. എന്നാൽ സ്വയം വന്ന് സമ്മതിക്കുകയോ സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്താൽ കോടതിക്കതിന് നിയമം നടപ്പാക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് എറിഞ്ഞു കൊല്ലപ്പെടുന്നത്. ആ നിയമം എന്നിൽ നടപ്പാക്കണം നബിയെ എന്ന് പലവരും തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ,
തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്പർശനമാവാം, ചുംബനമാവാം, നിങ്ങൾ വ്യഭിചരിച്ചതാവില്ല. ആണ് നബിയെ, ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയിൽ നിന്ന് നിക്കാഹിലൂടെ ഹലാലാകുന്നതെന്തോ അത് ഹറാമിൽ എന്നിൽ നിന്ന് സംഭവിച്ചു എന്ന് തങ്ങളോട് ഏറ്റുപറഞ്ഞപ്പോഴാണ് മാഇസ് റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊല്ലപ്പെടുന്നത്, ശരീഅത്തിന്റെ നിയമം നടപ്പാക്കപ്പെടുന്നത്. ഈ പെണ്ണിങ്ങനെ വന്ന് സമ്മതിച്ചു ഹബീബിനോട്. ആരും തെളിവ് കൊണ്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ ഒന്നുപോലും ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ്. ഒരു വ്യഭിചാരം 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ടത് ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മുഴുവൻ സ്വയം വന്ന് സമ്മതിച്ചതാ. ഈ സ്വയം വന്ന് സമ്മതിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. അതൊരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അയാൾക്ക് വേണമെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷ കിട്ടൂലല്ലോ ഇവിടെ ശിക്ഷിക്കപ്പെട്ടാൽ, അതുകൊണ്ട് ഞാൻ ഇവിടെ ശിക്ഷ വരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അള്ളാഹുനിക്ക് പുറത്തു തരാമല്ലോ. 100 ആളുകളെ കൊന്നാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? ഞാൻ കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, അള്ളാഹുനിക്ക് പുറത്തു തന്നേക്കാം, റബ്ബ് പുറത്തു തരും. അങ്ങനെ നിങ്ങളും അള്ളാഹു തമ്മിൽ പൊരുത്തപ്പെടിക്കാം. പക്ഷേ ഒരാൾക്ക് തോന്നുന്നു ഇത് കോടതിക്ക് മുമ്പിൽ വന്ന് പറയണം, സമ്മതിക്കണം, കൺഫെഷൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ അത് സമ്മതിക്കുകയാണെങ്കിൽ കോടതി ശിക്ഷ നടപ്പാക്കും. പുണ്യനബി തങ്ങൾ ആദ്യമായി ശ്രദ്ധിച്ചത് ഈ പെണ്ണിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെയാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഉപ്പയാരാണ്? വാപ്പയെ വിളിച്ചു. അഹ്സിൻ ഇലൈഹാ, അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു കുഞ്ഞവളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഈ മോളോട്, ഈ കുഞ്ഞിന്റെ ഉമ്മയായ ഇവളോട് നല്ല നിലക്ക് പെരുമാറണം. അവർ പ്രസവിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരിക. പ്രസവിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഫീ ഖിർഖത്തിൻ, ഒരു തുണിയിൽ പൊതിഞ്ഞ് പിഞ്ചു പൈതലിനെയും കൊണ്ടുവന്നു. ഖാലത്ത്, ആ പെണ്ണപ്പോഴും പറഞ്ഞു, ഹാ ഖദ് വലത്തുഹു, നബിയേ ഞാൻ ജന്മം നൽകിയിരിക്കുന്നു, പ്രസവിച്ചിരിക്കുന്നു നബിയേ. ഹബീബ നബി തങ്ങൾ അപ്പോഴും ആ പിഞ്ചു പൈതലിന്റെ ജീവിതമാണ് ശ്രദ്ധിച്ചത്. ആ പെണ്ണ് സ്വന്തം ജീവൻ റജ്മിലൂടെ ശിക്ഷിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ഹബീബ് പറഞ്ഞു, ഇത് ഹബീ ഫഅർദിഈഹി ഹത്താ തുഫ്തിമീ, പെണ്ണെ നിങ്ങൾ പോകണം സഹോദരി, ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം. 2 വർഷത്തോളം പാല് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിനിടയിൽ മാതാവും പിതാവും ഒരുമിച്ച് കുഞ്ഞിൻ്റെ ശാരീരിക ആരോഗ്യം നോക്കിയിട്ട് നിർത്തണമെന്ന് 2 പേരും തീരുമാനിക്കുമ്പോഴേ മുലയൂട്ടൽ നിർത്താൻ പാടുള്ളെന്നാണ്. 2 വർഷം അതിൻ്റെ സമയം ശറഅ അനുവദിച്ച സമയമാണ്, വേണമെന്ന് പറഞ്ഞ സമയമാണ്. ആ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കണം. ആ കുഞ്ഞ് പാലല്ലാത്ത മറ്റു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ വരണം എന്ന് തങ്ങൾ പറഞ്ഞു. ഫലമ്മാ ഫതമതുഹു, ആ കുഞ്ഞിന്റെ മുലപ്പാല് കൂടി നിർത്തിയതിനു ശേഷം അതതുഹു ബിസ്സബി ഫീ യദിഹി കിസ്റതു ഖുബ്സിൻ, ആ കുഞ്ഞുമായി വന്നു. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് റൊട്ടി തിന്നാറായി എന്ന് നബി തങ്ങളെ ബോധിപ്പിക്കാൻ. അന്നേരമാണ് ആ പെണ്ണിൽ ശിക്ഷ നടപ്പാക്കപ്പെടുന്നത്. അതുവരെ ഹബീബായ നബി തങ്ങൾ ആ കുഞ്ഞ് പ്രസവിക്കട്ടെ, ആ കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹദ് വളരെ വിഷമത്തോടെ ഹബീബായ നബി തങ്ങൾ കരയുമായിരുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കുമ്പോൾ അവിടുന്ന് കരയുമായിരുന്നു. കാരണം അത് കാണുകയോ അതിന് സാക്ഷിയാവുകയോ ചെയ്യുന്നത് എളുപ്പമല്ല. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, നബിയേ അങ്ങേക്ക് ഇത്രമേൽ വിഷമമുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ശിക്ഷ നടപ്പാക്കുന്നത്? പുണ്യനബി പറയും, ഇതല്ലാഹുവിൻ്റെ ശരീഅത്താണ്, എൻ്റെ നിയമമല്ല. ആ നിയമം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എൻ്റെ ചെവിയിൽ വന്ന് പറയുന്നത്? ഞാൻ അല്ലാഹുവിൻ്റെ ദീനിൽ ഖാദിയാണ്. ഖാദിയായ എൻ്റെ മുമ്പിലേക്ക് വിഷയമെത്താതെ നിങ്ങൾക്കിത് പരിഹരിച്ചുകൂടായിരുന്നോ? നിങ്ങളും അല്ലാഹും തമ്മിൽ തൗബ ചെയ്ത് തീർക്കാൻ കഴിയുന്ന വിഷയം നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കതിൻ്റെ നിയമം നടപ്പാക്കേണ്ടി വരും. അത് നടപ്പാക്കുന്നത് വേദനയോടെയാണെങ്കിലും അത് നടപ്പാക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം ലാ തഅഖുദുകും റഅഫത്തുൻ ഫീ ദീനില്ലാഹ്,
അള്ളാഹുവിൻ്റെ നിയമം നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലാഘവവും നിങ്ങൾക്ക് തോന്നരുത് എന്ന് ഖുർആനല്ലേ പറയുന്നത്. അതുകൊണ്ട് സ്വഹാബികളെ, എൻ്റെ ചെവിയിലേക്ക് എത്താതെ എന്നോടിതൊന്നും വന്ന് ഏറ്റുപറയാതെ നിങ്ങൾക്കും അള്ളാഹുവിനും ഇടയിൽ ഈ വിഷയം പരിഹരിക്കാവുന്നതല്ലയോ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല? തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിൻ്റെ മുമ്പിലേക്ക് ഒരു വിഷയം വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ മുമ്പിലേക്കൊരു വിഷയം വന്നു. ആ വിഷയത്തിൻ്റെ സംഭവം ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ട് പെണ്ണുങ്ങൾ അടിപിടി കൂടി. അതിൽ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു. മറ്റേ പെണ്ണിൻ്റെ ഒരു പഞ്ചുകൊണ്ട് ഗർഭം ധരിച്ച പെണ്ണിൻ്റെ ഗർഭത്തിലെ കുഞ്ഞ് മരിച്ചുപോയി. അവൾക്ക് പെട്ടെന്ന് പ്രസവം സംഭവിച്ചു. ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖദാ അന്ന ദിയത മാ ഫീ ബത്നിഹാ ഗുർറതു അബ്ദിൻ ഔ അമതിൻ. നോക്കണം, പൂർണ്ണ ഗർഭമായി നിൽക്കുന്ന ഒരു കുഞ്ഞല്ലാതെ ഗർഭസ്ഥ ശിശുവായിട്ടേ ഉള്ളൂ, പ്രസവിക്കാൻ സമയമായിട്ടില്ല. എന്നാൽ അടിപിടി കൂടിയതിൻ്റെ പേരിൽ, പരസ്പരം കുത്തുകയോ ഇടിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ പ്രസവത്തിൻ്റെ സമയമാകുന്നതിൻ്റെ മുമ്പ് അകാല പ്രസവം സംഭവിക്കുകയാണ്. പ്രീമച്യൂർ ബർത്ത് സംഭവിച്ചു, ഡെലിവറി ഉണ്ടായി. ആ കുഞ്ഞിനെയും കൊണ്ട് ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പരാതി പറഞ്ഞപ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞ് ഗർഭത്തിൽ നിന്ന് താഴെ വന്ന് ഗർഭത്തിലിരുന്ന് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കേണ്ട കുഞ്ഞ് സമയമാകും മുമ്പ് പുറത്തേക്കെത്തി. ആ കുഞ്ഞിന് മരണവും സംഭവിച്ചു. അതിൻ്റെ പേരിൽ ആ കുഞ്ഞിനു പകരം ഒരു അടിമയായ ആണിനെയോ പെണ്ണിനെയോ, ഒരു മുഅ്മിനായ ആണിനെയോ പെണ്ണിനെയോ അടിമയെ വാങ്ങി മോചിപ്പിച്ച് ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് പെണ്ണിൻ്റെ വാപ്പ വന്ന് പറയുന്നത്, നബിയേ കൈഫ അഗ്റമു യാ റസൂലല്ലാഹ്. അയാൾ വാചാലനായി പറഞ്ഞു, ഞാൻ എങ്ങനെയാ നബിയെ ഇതിന് ഉത്തരവാദിയാകുന്നത്? മല്ലാ ശരിബ വല അകൽ, തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്തൊരു കുഞ്ഞല്ലേ ഇത്. ഒരു പൂർണ്ണ മനുഷ്യന് പകരം കൊടുക്കേണ്ട ദിയത്ത് എങ്ങനെയാണ് ഗർഭസ്ഥ ശിശു ഇങ്ങനെ പുറത്തു വന്നതിൻ്റെ പേരിൽ ഞാൻ കൊടുക്കുന്നത്? ലാ ശരിബ വല അകൽ, ഈ കുഞ്ഞ് തിന്നില്ല കുടിച്ചില്ല. വലാ നതഖ വലസ്തഹൽ, ഈ കുഞ്ഞൊന്ന് വാവിട്ട് കരയുകയോ കുഞ്ഞൊന്ന് സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ. ഫമിത്ലു ഹാദാ യുതൽ, ഇങ്ങനത്തെ വിഷയം പരിഗണിക്കേണ്ടതുണ്ടോ? പ്രാസമൊപ്പിച്ച വർത്താനം പറയുന്നത്. കൈഫ അഗ്റമു യാ റസൂലല്ലാഹ് മല്ലാ ശരിബ വലാ അകൽ വലാ നതഖ വലസ്തഹൽ ഫമിത്ലു ദാലിക യുതൽ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ മിൻ ഇഖ്വാനിൽ കുഹാൻ. ഇവൻ ജ്യോത്സ്യന്മാരുടെ കൂട്ടുകാരിൽപ്പെട്ട ആളാണല്ലോ. ജ്യോത്സ്യന്മാരിങ്ങനെ പ്രാസമൊപ്പിച്ച വർത്തമാനം പറയും. ഇവൻ എന്തായി പ്രാസമൊപ്പിച്ച വർത്തമാനം പറഞ്ഞിവിടെ ഡയലോഗ് അടിക്കുകയാണല്ലോ. അതാ വാക്കിനർത്ഥം. ആ കുഞ്ഞിന് വിലയുണ്ട്. ആ കുഞ്ഞിന് പകരം ഒരടിമയെ വാങ്ങി മോചിപ്പിച്ചെങ്കിലേ അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കൂ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിന് ദീൻ നൽകുന്ന പ്രാധാന്യമാണത്. അതുകൊണ്ടാണ് വിവാഹം ഇത്രമേൽ ഗൗരവമുള്ള ഒരു ചടങ്ങായി വഅഖദ്ന മിൻകുന്ന മീസാഖൻ ഗലീളാ. ഇത് വളരെ ബലിഷ്ഠമായൊരു കയറാണ് എന്ന് പറയാൻ കാരണം, ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിതൃത്വം, ആ കുഞ്ഞിൻ്റെ മാതൃത്വം, ആ കുഞ്ഞിൻ്റെ സംരക്ഷണം, ആ കുഞ്ഞിൻ്റെ ഭാവി എല്ലാം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് ഉറപ്പുവരുത്താനാ ശർഅ് നിക്കാഹും ത്വലാഖും മറ്റു വിഷയങ്ങളുമൊക്കെ നിശ്ചയിച്ചത്. അത്രമേൽ ഒരു കുഞ്ഞിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നു എന്നാണ് ഇതിനർത്ഥം. മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്, ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു മരുന്ന് കുടിച്ച്, ഏതെങ്കിലും ഒരു മെഡിസിൻ എടുത്ത്, ഒരു ടാബ്ലറ്റ് എടുത്ത് ഗർഭത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശു പുറത്തു വരികയാണെങ്കിൽ ആ പെണ്ണും ഇതുപോലെ പ്രായശ്ചിത്തം ചെയ്യണം, ഒരടിമയെ മോചിപ്പിക്കേണ്ടി വരും എന്ന് മഹാനവറുകളുടെ മസ്അലയുണ്ട്. നോക്കണം, ഒരു ഗർഭസ്ഥ ശിശുവിന് കിടക്കുന്ന
ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണത്. എന്തുകൊണ്ട്? അതൊരു ജീവനാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരു മനുഷ്യന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോക മനുഷ്യർക്ക് നിങ്ങൾ ജീവൻ രക്ഷിച്ചു കൊടുത്തതിൻ്റെ പുണ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവന കാരണമായി എടുത്താൽ ലോക മനുഷ്യരുടെ ജീവൻ എടുത്തതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ. നോക്കണം, ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന സമയം അവൾ ഗർഭിണിയാണ്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ മസ്അല? എന്താണ് ശരീഅത്തിന്റെ മസ്അല? നാട്ടിലെ ഡോക്ടർമാരുടെയും മെഡിസിൻ രംഗത്തുള്ള ആളുകളുടെയും അവരുടെ എത്തിക്ക് പ്രകാരം തന്നെയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ശരീഅത്തിന്റെ നിയമവും അതുതന്നെയാണ്. ആ പെണ്ണിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ മരിക്കാൻ അനുവദിച്ചുകൂടാ. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആ പെണ്ണിന്റെ വയറ് കീറിയിട്ടാണെങ്കിൽ പോലും ആ കുഞ്ഞിന് ജന്മം, ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അതാണ്. നോക്കണം, കിതാബ് നൽകപ്പെട്ട, വേദം നൽകപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെയും സത്യസന്ധമായ ശരീഅത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ, അഹ്ലു കിതാബുകൾ അന്നുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചത് ഈസാ നബി അള്ളാഹിന്റെ റസൂലാണെന്നും അള്ളാഹു ഏകനായ പടച്ചവനാണെന്നുമാണ്. എന്നാൽ മുഹമ്മദ് നബി തങ്ങൾ വിശ്വസിച്ചില്ല എന്നതാണ് അവർ ചെയ്ത തെറ്റ്. അങ്ങനെയുള്ള അഹ്ലു കിതാബുകൾ അവരെ വിവാഹം ചെയ്യൽ ഒരു മുസ്ലിമിന് ജായിസാണ് എന്നുണ്ട്. അത്തരക്കാരെ ഇന്ന് കിട്ടാനുണ്ടോ എന്നത് വേറൊരു ചർച്ചയാണ്. അത്തരക്കാരായ അഹ്ലു കിതാബുകാർ ഏതാണോ മൂസാ നബിയും ഈസാ നബിയും കൊണ്ടുവന്നതിന് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത അവരുടെ ശരീഅത്ത്, അത് വിശ്വസിച്ചവർ, അത്തരം ഗോത്രങ്ങൾ സിറിയയിലും യമനിലും ലബനോനിലും ഫലസ്തീനിലും ഈജിപ്തിലുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കബീലകൾ അവരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ജായിസാണെന്ന് ശരീഅത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയം നമ്മൾ വിസ്തരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ അതിനെടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ പറയുന്ന അഹ്ലു കിതാബുകൾ ഇന്ന് അഹ്ലു കിതാബുകളാണെന്ന് പറയപ്പെടാൻ പറ്റുന്നവരാണോ അല്ലയോ, ഇത് മനസ്സിലാക്കിയിട്ടേ ഈ വിവാഹം തന്നെ സാധുവാവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ശരീഅത്തിന്റെ നിയമം അതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീൻ എത്ര മനോഹരമാണ്. മുസ്ലിമായ ഒരു ഭർത്താവിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞ്, അഹ്ലു കിതാബിൽപ്പെട്ട ഒരു പെണ്ണ് ഗർഭം ധരിച്ച് ആ പെണ്ണ് മരണപ്പെടുകയാണെങ്കിൽ ആ പെണ്ണിനെ മറവു ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളുടെ മഖ്ബറയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ്. അതുവരെ ശരീഅത്ത് പറഞ്ഞു. ആ ഉമ്മ ഇവർ ഈ മുസ്ലിമായ ഭർത്താവിന്റെ അഹ്ലു കിതാബിയത്തായ പെണ്ണ്, അവളെ മുസ്ലിമത്ത് എന്നല്ല കാണുന്നത്. പക്ഷേ ആ കുഞ്ഞിന്റെ വയറ്റിലിരിക്കുന്ന ജനീൻ, ഗർഭസ്ഥ ശിശു, പിതാവ് മുസ്ലിമായതിന്റെ പേരിൽ ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിമാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ കുഫാറുകളെ മറവ് ചെയ്യുന്നിടത്ത് ഈ പെണ്ണിനെ മറവ് ചെയ്യരുത് എന്നും, ആ പെണ്ണിനെ മറവ് ചെയ്യുമ്പോൾ കൂടെ കിടക്കുന്ന മുസ്ലിമായൊരു കുഞ്ഞ് ആ വയറ്റിലുള്ളതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ മഖ്ബറയോട് ചേർന്നാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ മുസ്ലിമായ കുഞ്ഞിന് ഒരുപക്ഷെ അസാബ് നൽകപ്പെടുന്ന ആളുകളുടെ, ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ കുഞ്ഞിന് അവരുടെ അദാബിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അതില്ലാതിരിക്കാൻ മുസ്ലിമീങ്ങളുടെ മഖ്ബറയോട് ചേർന്ന് കിടക്കുന്നിടത്താണ് ഒരു അഹ്ലു കിതാബിയത്തായ പെണ്ണ് ഗർഭം ധരിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവരെ മറവ് ചെയ്യണമെന്ന് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മസ്അലയുണ്ട്. അത്രമേൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ശരീഅത്ത് കണക്കാക്കുന്നത് അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വസ്സിഖതു യുസല്ലാ അലൈഹി വയുദ്ആ ലിവാലിദൈഹി ബിൽ മഗ്ഫിറതി വർ-റഹ്മ. ഗർഭഛിദ്രം സംഭവിക്കുകയോ അകാലത്തിൽ പ്രസവിക്കുകയോ ചെയ്ത് ജീവനില്ലാതെ വന്നൊരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിന് വേണ്ടി
മനുഷ്യരൂപം പ്രാപിച്ച കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി നിസ്കരിക്കുകയും അവരുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. ശരീഅത്തിന്റെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കുഞ്ഞിന് നൽകപ്പെടുന്ന അനന്തരാവകാശ നിയമങ്ങൾ പോലും വ്യക്തമായി പറഞ്ഞു. വാപ്പ മരിക്കുന്നു, ഉമ്മ ഗർഭിണിയാണ്, ഭർത്താവ് മരിക്കുന്നു, ഭാര്യ ഗർഭിണിയാണ്. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് അറിയില്ല, ജീവനുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന് നേരത്തെ നിങ്ങൾ സ്വത്ത് ഓഹരി വെക്കുകയാണെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നറിയില്ലെങ്കിൽ അതൊരു പെണ്ണാണ് എന്ന വിധത്തിൽ നിങ്ങൾ ഓഹരി മാറ്റിവെക്കണമെന്നും, ആ ആൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിന് മുഴുവനായും ലഭിക്കേണ്ട അനന്തര സ്വത്ത് കുഞ്ഞിന് നൽകപ്പെടണം, കൊടുത്തിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിന്റെ വിശാലതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിയാതിരുന്നാൽ ഞാൻ പറഞ്ഞു തിരുത്തുക, അറിയാതിരുന്നാൽ ആ ഗർഭത്തിലിരിക്കുന്നത് ആൺകുട്ടിയാണ് എന്ന് കരുതിക്കൊണ്ട് ആ കുട്ടിക്ക് ആവശ്യമായ സ്വത്ത് നിങ്ങൾ മാറ്റിവെക്കണം. പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ അവകാശം അവർക്ക് കൊടുക്കുകയും ബാക്കി മറ്റു അവകാശികൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള വറസത്ത് ആരാണോ അവർക്ക് ഓഹരി വെച്ച് കൊടുക്കുകയും ചെയ്യണം. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ തനിക്ക് അനന്തര സ്വത്ത് ഇല്ലാത്തൊരവസ്ഥ വരരുത് എന്നാണ് ശരീഅത്ത് പറയുന്നത്. അത്രമേൽ മക്കളെന്ന് പറയുന്നത് ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ വളരെയധികം ദീൻ ബഹുമാനിച്ചിട്ടുണ്ട്. അവർക്ക് അർഹതയുള്ള എല്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമു ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും. ഒരാൾക്കും തൻ്റെ വാപ്പയല്ല എന്ന് പറയാൻ പാടുള്ളതല്ല. ഒരാൾക്കും തൻ്റെ മകനല്ല എന്ന് വാദിക്കുകയും ചെയ്യാൻ പാടുള്ളതല്ല. ഉദ്ഉഹും ലിആബാഇഹിം, ആരാണോ അവരുടെ ബയോളജിക്കൽ ഫാദർ ആ പിതാവിലേക്ക് തന്നെയാണ് ആ മക്കളെ ചേർത്തി പറയേണ്ടത്. പോറ്റ് വളർത്തിയത് വേറെ ആളുകളായിരിക്കാം, പക്ഷേ ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണോ ആ പിതാവിലേക്കാണ് മക്കളെ ചേർത്തി പറയേണ്ടത്. ഇന്നാളുടെ മകൻ എന്ന് പറയുമ്പോ ആ ആള് ഇയാളുടെ വാപ്പ തന്നെയായിരിക്കണം. അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നീതിയുക്തമായത് അങ്ങനെ പറയലാണ്. അന്ന് കാലങ്ങളിൽ അഡോപ്ഷൻ ഉണ്ട്. പുണ്യനബി തങ്ങൾ പോറ്റ് വളർത്തിയ മോനാണ് സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു തആല അൻഹു. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. മുഅ്ത യുദ്ധത്തിലെ പതാക പിടിച്ച് ഷഹീദായ മുഅ്ത യുദ്ധത്തിന്റെ നേതാവായിരുന്നു മഹാനായ ജഅഫർ തങ്ങളോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളോടുകൂടെ സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു പുണ്യനബി പോറ്റ് വളർത്തിയ മോനാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹാ മഹദി റളിയല്ലാഹു അൻഹ വാങ്ങിച്ചിരുന്ന അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടപ്പോൾ മഹദി റളിയല്ലാഹു അൻഹ വാങ്ങിക്കുകയും ഹബീബിനെ കല്യാണം കഴിച്ചപ്പോ പുണ്യനബി തങ്ങൾക്ക് ഖദീജ ബീവി സമ്മാനമായി നൽകുകയും ചെയ്ത മോനാണ് സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് എന്നവരുടെ മോനാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അവരുടെ ആ ഉസാമ റളിയല്ലാഹു അൻഹുവും സെയ്ദ് ഇബ്നു ഹാരിഥ തങ്ങളും വാപ്പയും മോനും ഹിബ്ബു റസൂലില്ലാഹി വബ്നു ഹിബ്ബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ ഇഷ്ടപ്പെട്ട മോനുമായിരുന്നു പുണ്യനബി തങ്ങൾക്ക്. ഹബീബ് തങ്ങൾക്ക് സമ്മാനമായി കിട്ടുകയും ആ കുഞ്ഞ് ഹബീബിന്റെ അരികത്ത് വളരുകയും ചെയ്തു കഴിഞ്ഞ് വലിയൊരു മനുഷ്യനായപ്പോ ആ കുഞ്ഞിനെ ഹബീബായ തങ്ങൾ സെയ്ദ് തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്നതും നബി തങ്ങൾ തന്നെയാണ്. ഈ കുഞ്ഞ് ഹബീബിന്റെ അരികത്തേക്ക് വന്ന് ഹബീബിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ, അതൊരു ചെറുപ്പക്കാരനാ, ഹബീബിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോ ഉമ്മയും വാപ്പയും തെരഞ്ഞു വന്നു. ഞങ്ങളുടെ മകൻ ഹബീബിന്റെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് എന്നവരറിഞ്ഞു. ആ കുഞ്ഞുമായി മരുഭൂമിയിലൂടെ കൊച്ചുപ്രായത്തിൽ യാത്ര പോകുമ്പോൾ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയതായിരുന്നു.
ആ കുഞ്ഞാണ് പിന്നെ വളർന്ന് അടിമച്ചന്തയിൽ വിൽക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് ഖദീജ ബീവി വാങ്ങുന്നത്. ഖദീജ ബീവി ഹബീബിന് സമ്മാനം കൊടുക്കുന്നത്. അങ്ങനെ ഉമ്മയും വാപ്പയും ഹബീബിന്റെ മുമ്പിൽ വന്ന നേരമുണ്ട്. യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങളുടെ മകൻ അങ്ങയുടെ വീട്ടിലുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ആ മകനെ ഞങ്ങൾക്ക് വിട്ടുതരുമോ? തങ്ങൾ വിളിച്ചു, സെയ്ദേ, നിന്റെ വാപ്പയും ഉമ്മയും ഇവിടെ വന്നിട്ടുണ്ട് നിന്നെ കൊണ്ടുപോകാൻ. നബി തങ്ങൾ ചോദിച്ചു സെയ്ദ് എന്നവരോട്, സെയ്ദേ, നിന്റെ പിതാവിൻ്റെ കൂടെ ഉമ്മയുടെ കൂടെ നിങ്ങൾ പോകുന്നോ അതല്ല എൻ്റെ കൂടെ നിൽക്കുന്നോ? നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് വാപ്പയോട് സംസാരിക്കാൻ വിട്ടു. വാപ്പയും മോനും സംസാരിക്കുമ്പോൾ സെയ്ദ് തങ്ങൾ പറഞ്ഞു, ഉപ്പാ, എനിക്ക് നിങ്ങളെ കണ്ടതിൽ സന്തോഷമുണ്ട്, ഉമ്മയെ കണ്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ എന്നെ കാണണമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഹബീബിൻ്റെ വീട്ടിൽ ജീവിക്കുമ്പോൾ എനിക്കതാണ് ഇഷ്ടം. ഈ റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരുന്നതും ജിബ്രീൽ തങ്ങൾ വരുന്നതും ഖുർആൻ ഇറങ്ങുന്നതും ഹബീബ് ഇൽമ പഠിപ്പിച്ചു തരുന്നതും ഇതെല്ലാം കണ്ടും കേട്ടും പഠിച്ചും ജീവിക്കാനാണ് ഉപ്പാ ഞാൻ ഇവിടെ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഹബീബിൻ്റെ കൂടെ ഞാൻ ജീവിച്ചോട്ടെ. നിങ്ങൾക്കെന്നെ കാണാൻ കൊതിയാകുമ്പോൾ ഇവിടെ വന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് കണ്ടേക്കാം. ഞാൻ ഹബീബിൻ്റെ കൂടെയാണ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഹബീബിൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ച മോനാണ് സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു. അപ്പോഴേക്കും മക്കക്കാരും മദീനക്കാരും ഹബീബായ നബി തങ്ങൾ വളർത്തുന്നു എന്നതിൻ്റെ പേരിൽ ഹബീബായ തങ്ങൾ പോറ്റി വളർത്തിയ മോനെ അവരെ വിളിക്കാറുണ്ടായിരുന്നത് സെയ്ദ് ഇബ്നു മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മകൻ സെയ്ദ് എന്ന് പറയാൻ തുടങ്ങി. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഉദ്ഉഹും ലിആബാഇഹിം. അങ്ങനെ ഒരു അഡോപ്ഷൻ, അങ്ങനെ ഒരു ദത്തുപുത്രനായി വളർത്തുന്ന സംവിധാനം ഇസ്ലാമിൽ ഇല്ലെന്നും അതിൻ്റെ പേരിൽ നിങ്ങളാരും യഥാർത്ഥ വാപ്പയുടെ പേര് പറയാതെ പോറ്റി വളർത്തിയ വാപ്പയിലേക്ക് നിങ്ങൾ ആ കുഞ്ഞിൻ്റെ പേര് ചേർത്തി പറയാൻ പാടില്ല. സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സെയ്ദ് ഇബ്നു ഹാരിഥയാണ്. ഹാരിഥയുടെ മകൻ സെയ്ദാണ്. ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഹാരിഥ തങ്ങൾക്ക് മാത്രമാണ്. കുഞ്ഞിൻ്റെ പിതാവല്ല നബി തങ്ങൾ. റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, വമാ മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. പുണ്യനബി തങ്ങൾ നിങ്ങളിലെ ഒരു പുരുഷന്റെയും വാപ്പയല്ല. പുണ്യനബി തങ്ങൾക്ക് പുരുഷൻ എന്ന് പറയാവുന്ന പക്വമേറിയ ഒരു പ്രായത്തിലെത്തിയ ഒരാൺകുട്ടിയും നബി തങ്ങൾക്കുണ്ടായില്ലല്ലോ. 2 ആൺകുട്ടികളാണ്, അബ്ദുള്ള, ഖാസിം എന്ന് 3 മക്കൾ, ഇബ്രാഹിം എന്ന് പറയുന്ന 3 മക്കൾ ആൺകുട്ടികൾ നബി തങ്ങൾക്കുണ്ട്. അവരെല്ലാം 1 വയസ്സാകുമ്പോൾ വഫാത്തായവരാണ്. അതുകൊണ്ട് ഒരാണിൻ്റെ, ഒരു പുരുഷന്റെ വാപ്പയാണ് നബി തങ്ങൾ എന്ന് പറയാൻ കഴിയില്ല. വമാ മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും, നിങ്ങളിലെ റജുല് എന്ന് പറയാവുന്ന, പുരുഷൻ എന്ന് പറയാവുന്ന ഒരാളിൻ്റെയും വാപ്പയല്ല നബി തങ്ങൾ. വലാകിർ റസൂലല്ലാഹ്, അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, പ്രവാചകന്മാരുടെ ഖാത്തിമാണ്, അന്ത്യ റസൂലാണ് നബി തങ്ങൾ എന്ന് ഖുർആൻ തീർത്തു പറഞ്ഞു. സെയ്ദ് എന്നവരുടെയും വാപ്പയല്ല. ഉദ്ഉഹും ലിആബാഇഹിം വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ പോറ്റുപുത്രന്മാരെ നിങ്ങളുടെ മക്കൾ എന്ന് നിങ്ങൾ വിളിക്കാൻ പാടില്ലെന്നും ഖുർആൻ പറഞ്ഞു. എന്തുകൊണ്ട്? ഒരു കുഞ്ഞിൻ്റെ പിതൃത്വം രേഖപ്പെടുത്തപ്പെടേണ്ടതാണ്. ആ ഒരു കുഞ്ഞിൻ്റെ പിതൃത്വം അതിൻ്റെ അവകാശികൾക്ക് മാത്രമുള്ളതാണ്. ഒരൊറ്റ വ്യത്യാസം വരുന്നത്, ഒരാൾ കല്യാണം കഴിച്ചിരിക്കെ തൻ്റെ ഭാര്യയ്ക്കെങ്ങാനും അവിഹിതമായ രീതിയിൽ ഗർഭമുണ്ടായാൽ, തൻ്റെ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭധാരണമുണ്ടായാൽ, ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, അൽ വലദു ലിൽ ഫിറാഷ് വലിൽ ആഹിരി അൽ ഹജർ. ആരുടേതാണോ ആ വിരിപ്പ് എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ കൂടെ കിടക്കാനുള്ള അവകാശം ശരീഅത്ത് അംഗീകരിച്ചു കൊടുത്തത് ആർക്കാണോ ആ ഭർത്താവിൻ്റേതായിരിക്കും കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ ബയോളജിക്കൽ ഫാദർ ഇയാളല്ല എന്നിരിക്കെ തന്നെ ആരാണ് പിതൃത്വം ആരെങ്കിലും അവകാശപ്പെട്ട് വരാതിരിക്കുമ്പോൾ, എൻ്റേതാണ് കുഞ്ഞ് എന്ന് പറഞ്ഞ് ഒരു പിതൃത്വത്തിൻ്റെ അവകാശവാദം ഇല്ലാതിരിക്കുമ്പോൾ,
ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഈ പെണ്ണിൻ്റെ ഭർത്താവിനായിരിക്കും ഉണ്ടാവുക എന്നും ശറഅ പറഞ്ഞു. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു DNA ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് അദ്ദേഹമല്ല പിതാവെന്ന് തെളിയിക്കപ്പെടാൻ പറ്റുന്നതുമാണ്. ഒരുപക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ആ ഭർത്താവിൽ നിന്ന് പിതൃത്വം ഇല്ലായ്മ ചെയ്യപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആരുടെ ഭാര്യയാണോ അവൾ ആരുമായിട്ട് വ്യഭിചരിച്ചാലും അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം അവളുടെ ഭർത്താവിനാണ് എന്ന് പറയുകയും വലിൽ ആഹിരി അൽ ഹജർ, ആരാണോ വ്യഭിചാരം ചെയ്തത് അവർക്ക് കല്ലിൻ്റെ ശിക്ഷയാണ് നൽകപ്പെടുന്നത്. അങ്ങനെ കുഞ്ഞിൻ്റെ പിതൃത്വം ആ പെണ്ണിൻ്റെ ഭർത്താവിനായിരിക്കും ഉണ്ടാവുക. കാരണം അയാളുടെ കസ്റ്റഡിയിലാണല്ലോ ആ പെണ്ണ് സുരക്ഷിതയായി ജീവിക്കുന്നത്. അതിൻ്റെ പേരിൽ അയാളാണല്ലോ അവളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഇങ്ങനെ നോക്കിയാൽ ഒരു കുഞ്ഞിന് ജന്മം കൊള്ളുന്ന ഒരു കുഞ്ഞിന് പിതാവില്ലാത്ത അവസ്ഥ വരരുത്. മാതാപിതാക്കൾ അഡ്രസ്സില്ലാത്ത കുഞ്ഞുങ്ങൾ ലോകത്ത് ജനിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലോകരാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിതൃത്വമില്ലാത്ത മക്കൾ, ആരാണ് വാപ്പയെന്നറിയില്ല, ആരാണ് ഉമ്മയെന്നറിയില്ല, ഇട്ടേച്ചു പോകുന്ന ഉപേക്ഷിക്കപ്പെടുന്ന മക്കൾ. ഒരു മൊമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീആ, ഒരു ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ രക്ഷിക്കുന്നത് ലോക മനുഷ്യരുടെ ജീവനുകൾ രക്ഷിച്ചതിന് തുല്യമാണ്. ആരെങ്കിലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ അപായപ്പെടാൻ കാരണമായാൽ ലോക മനുഷ്യരുടെ ജീവൻ അപായപ്പെടുത്തിയതുപോലെയാണതെന്നും പരിശുദ്ധമായ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, വുലിദലി ഗുലാമുൻ അസ്വദൂ, നബിയേ എനിക്കൊരു കറുത്ത കുട്ടി ജനിച്ചു നബിയേ. ഈ പറയുന്ന സ്വഹാബി വെളുവെളുത്ത സ്വഹാബിയാണ്. വുലിദലി ഗുലാമുൻ അസ്വദൂ, എനിക്കൊരു കറുത്ത കുഞ്ഞു ജനിച്ചു നബിയേ. ആ പറയുമ്പോൾ ആ പിതാവ് പറയാതെ പറയുന്നത് ഇതെൻ്റെ കുഞ്ഞാണോ, എനിക്ക് സംശയമുണ്ട് എന്നാണ് ആ പറയുന്നത്. വുലിദലി ഗുലാമുൻ അസ്വദൂ. ആ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഫലഅല്ല ഇബ്നക ഹാദാ നസഅഹു ഇർഖുൻ ഫഖറജ ലിജദ്ദിൻ ഖദീമിൻ മിൻ അജ്ദാദിഹി. ഈ കുട്ടിയുടെ വല്ലിപ്പമാരിൽ നിന്റെ വാപ്പയുടെ വാപ്പമാർ, ഈ കുഞ്ഞിൻ്റെ ഉമ്മയുടെ വാപ്പയും അവരുടെ വാപ്പമാരും അവരുടെ പരമ്പരയിൽ എവിടെയെങ്കിലും കറുത്തവരുണ്ടാകില്ലേ? കറുത്ത നിറമുള്ളവർ ഉണ്ടായി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടാകാം നബിയെ. അങ്ങനെയാണെങ്കിൽ ആ വല്ലിപ്പയിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു ജീൻ, ഏതെങ്കിലും ഒരു DNA സ്വഭാവം ആ കുഞ്ഞിൽ കാണിച്ചതായിരിക്കും. ഇത് ഞരമ്പ് വലിച്ചതായിരിക്കും എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലഅല്ല ഇബ്നക ഹാദാ നസഅഹു ഇർഖുൻ, കറുത്ത നിറമുള്ള ആ ഒരു വല്ലിപ്പയിലേക്ക് പോകാനിടയുള്ള ആ ഒരു രക്തബന്ധത്തിലൂടെ ഈ കുഞ്ഞിന് നിറം വന്നതായിരിക്കില്ലേ? ഇത് നിന്റെ കുഞ്ഞല്ല എന്ന് നീ എങ്ങനെ പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുത്തു ചോദിക്കുകയും, ഈ കുഞ്ഞിൻ്റെ പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കുക തന്നെ വേണം, ഇത് നിങ്ങളുടെ ഭാര്യ പ്രസവിച്ച കുഞ്ഞാണല്ലോ, നിറം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് പിതൃത്വം നിഷേധിക്കാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറഞ്ഞു. കഫാ കുഫ്റൻ ബിംറിഇൻ ഇദ്ദഅ നസബൻ ലാ യഅരിഫു ഔ ജഹദഹു വഇൻ ദഖാ. ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. കഫാ കുഫ്റൻ, ദൈവനിഷേധത്തിന് തുല്യമാണ്, പടച്ചവനില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്, ഈമാനില്ലാത്തതിന് തുല്യമാണ് ഒരു മനുഷ്യൻ ഇദ്ദഅ നസബൻ ലാ യഅരിഫുഹു, ഒരു അടിസ്ഥാനവുമില്ലാതെ തൻ്റെ വാപ്പ ആ വാപ്പയല്ല എന്ന് പറയുകയും മറ്റൊരാളിലേക്ക് ചേർത്തി പറയുകയും ചെയ്താൽ, ഔ ജഹദഹു, അല്ലെങ്കിൽ ഈ മകൻ എൻ്റെ മകനല്ല എന്നൊരു പിതാവ് തൻ്റെ മകനുമായുള്ള പിതൃബന്ധത്തെ നിഷേധിക്കുകയോ ചെയ്താൽ, അത് എത്ര ചെറുതായ രീതിയിലാണെങ്കിലും ഇതെൻ്റെ മോനാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നൊറ്റ വാക്ക് പോലും പറയാൻ പാടില്ല. ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് വ്യക്തമായി പറയുന്നത് തന്നെ കുഫറാണ്, ദൈവനിഷേധം പോലെ ഗൗരവമുള്ള തെറ്റാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകും എന്നല്ല അതിനർത്ഥം. ആ നിഷേധിക്കുന്നത് കുഫർ പോലോത്ത കുറ്റമുള്ള തെറ്റാണ്. പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ
കശപിശയുണ്ടാകുമ്പോൾ, വിവാഹമോചനങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എപ്പോഴെങ്കിലും ഇതെൻ്റെ കുഞ്ഞല്ല എന്നൊരു വാക്ക് ഭർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്നത് പാടില്ല. കാരണം അത് കഫാ കുഫ്റൻ ബിൽ മർഇ, ഒരു മനുഷ്യൻ അങ്ങനെ പറയുന്നത് ദൈവനിഷേധമാണ്. അല്ലാഹു ഇല്ലെന്ന് പറയുന്നത് പോലെ ഗൗരവമാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ലിആൻ എന്ന് പറയുന്നൊരു മസ്അലയുണ്ട്. മഹാനായ സ്വഹാബി സാബിത്ത് റളിയല്ലാഹു അൻഹു ആണെന്നാണ് എൻ്റെ ഓർമ്മ. സൂറത്തുൻ നൂറിൻ്റെ തഫ്സീറിൽ കാണാം. പുണ്യനബി ഞങ്ങളുടെ സഅദ് റളിയല്ലാഹു അൻഹു ഹബീബാ നബി ഞങ്ങളോട് വന്ന് പറഞ്ഞു, നബിയെ, സഅദ് എന്നവരാ പറയുന്നത്, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ മറ്റൊരാളുടെ കൂടെ ശയിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടാൽ, വ്യഭിചാര ആരോപണം നടത്തണമെങ്കിൽ 4 സാക്ഷികൾ വേണമെന്നല്ലേ ശരീഅത്തിന്റെ നിയമം? 4 സാക്ഷികൾ വേണം. എങ്ങനെ വേണം? വ്യഭിചാരം എന്താണോ, സുറുമക്കുപ്പിയിൽ സുറുമക്കോല് പ്രവേശിക്കുന്നത് പോലെ എന്നൊരു ഉദാഹരണം തങ്ങൾ പറഞ്ഞു. എന്താണോ വ്യഭിചാരം, അത് പച്ചയിൽ കണ്ണുകൊണ്ട് 4 സത്യസന്ധരായ മനുഷ്യർ കാണണം. ഒരാൾ കാണുന്നത് പോലെയാണ് അത്രേ അതിൻ്റെ ഒരു വീഡിയോ ടൈപ്പിങ്. ഒരാൾ കാണുന്ന സാക്ഷിയെ ഒരു വീഡിയോ ആകുന്നുള്ളൂ. 4 പേര് വേണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അങ്ങനെയാണെങ്കിൽ സ്വാലിഹീങ്ങളായ 4 നല്ല മനുഷ്യന്മാർ പച്ചയിൽ കാണെ ഒരാൾ വ്യഭിചരിക്കുകയാണെങ്കിൽ അയാൾ എറിഞ്ഞു കൊല്ലപ്പെടാനും റജ്മ് ചെയ്യപ്പെടാനും, അതല്ലെങ്കിൽ ശരീഅത്തിന്റെ നിയമപ്രകാരം ദർബത്തിനും അവർ വിധേയമാക്കപ്പെടുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്. ഇതുവരെ ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വ്യഭിചാരവും 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ കോടതിക്ക് മുമ്പിലെത്തിയിട്ടില്ല. ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ശരീഅത്ത് ഇത് പറഞ്ഞു എന്നറിയോ? സമൂഹത്തിൽ ഈ വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കരുത്. 2 ആൾ കണ്ടു, ഉണ്ടാൻ പാടില്ല. 3 ആൾ കണ്ടു, അവർ 3 പേര് വന്ന് കോടതിയിൽ പരാതി പറഞ്ഞാൽ 80 ജൽദ, അവരുടെ പുറത്ത് 80 അടിയടിക്കപ്പെടുമെന്നാണ്. 4 സാക്ഷികളില്ലാതെ മിണ്ടാൻ പാടില്ല. ആ 4 സാക്ഷികൾ ഒരുത്തൻ കള്ളുകൂടിയാണെന്ന് വിചാരിക്കുക, തീർന്നു. പിന്നെ 3 ആളേ ഉള്ളൂ. 4 സത്യസന്ധന്മാർ എങ്ങനെ കാണണം? അവരൊരുമിച്ച് പോകുന്നത് കണ്ടു, അവർ റൂമിൽ നിന്ന് കയറിയിറങ്ങുന്നത് കണ്ടു. ഇതൊന്നും അതിന് തെളിവല്ലെന്നാണ്. അങ്ങനെ കാണപ്പെടുന്ന സംഭവങ്ങൾ എവിടുന്ന് കിട്ടാനാ? അതെ, എന്തിന് ശറഅ പറയുന്നു എന്നറിയോ? വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യരുത്. അതുകൊണ്ട് ഒരു പോസിറ്റീവായ കാര്യം കിട്ടുന്നില്ല, ആർക്കെങ്കിലും വല്ല ഉപകാരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മോശപ്പെട്ട ചിന്തകൾ തലയിൽ കയറുക എന്നതിനപ്പുറം, അതുകൊണ്ട് ശരീഅത്ത് ആ ചർച്ചയെ തന്നെ മൂടിവെക്കാൻ ശരീഅത്തെടുത്ത തീരുമാനമാണത്രേ ഈ 4 സാക്ഷികളുടെ വിഷയം. അല്ലെങ്കിൽ മിണ്ടാൻ പാടില്ല എന്നാണ്. സഅദ് തങ്ങൾ പറയാം, ആ ആയത്തിറങ്ങിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയേ, ഇത് എന്തോ ഒരു നിയമമാണ്. ഈ നിയമം അംഗീകരിക്കുന്നതിന് പ്രയാസമുണ്ടായതിൻ്റെ പേരിലല്ല. പക്ഷേ ഞാനൊന്നിതിൻ്റെ വസ്തുതയെ ഒന്ന് വിവരണം ചെയ്തോട്ടെ നബിയേ. അങ്ങൊന്ന് സങ്കല്പിക്കുക, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ വീട്ടിലെ പെണ്ണ് വ്യഭിചരിക്കുകയാണ് എന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ആ വിഷയം 3 സാക്ഷികളെ കൂടെ കൊണ്ടുവരാൻ ഞാൻ അവിടെ നിന്ന് ഓടിച്ചെന്നിട്ട് 3 ആളെയും കൂടെ വലിച്ചു കൊണ്ടുവന്ന് അവരെ കാണിച്ചു കൊടുത്തതിന് ശേഷമാണോ നബിയേ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്? ഞാനത് നോക്കിയില്ലെങ്കിൽ എനിക്ക് അടികിട്ടുമെന്നല്ലേ ഈ പറയുന്നത്? എന്ത് ന്യായമാണ് നബിയേ ഇത് എങ്ങനെ സാധ്യമാകും എന്ന് ഹബീബിന്റെ മുമ്പിൽ വന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ബോധിപ്പിക്കുകയാണ്. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുന്നത്. വല്ലദീന യർമൂന അസ്വാജഹും വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും ഫശഹാദതു അഹദിഹിം അർബഉ ശഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനസ് സ്വാദിഖീൻ. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സഅദേ, 4 സാക്ഷികളില്ലാതെ നിങ്ങളിത് പറയുകയാണെങ്കിൽ ഹദ്ദുൻ ഫീ ളുഹ്രിക്, നിങ്ങളുടെ പുറത്ത് ചാട്ടവാറുകൊണ്ട് 80 അടി അടിക്കപ്പെടും, അത് നിങ്ങളുടെ ഭാര്യയാണെങ്കിലും. അപ്പൊ സഅദ് തങ്ങൾ പറഞ്ഞു, നബിയേ, എന്താണ് ഈ പറയുന്നത്? 4 സാക്ഷികൾക്ക് ഞാൻ എൻ്റെ ഭാര്യയുടെ
ചീത്ത പ്രവൃത്തി കാണിച്ചു കൊടുക്കാൻ ഞാൻ പോവുകയാണോ ചെയ്യേണ്ടത്, അതല്ല ഞാൻ അവിടെ ഇടപെടുകയാണോ വേണ്ടത്? പുന്നാരി നബി തങ്ങൾ പറഞ്ഞു, സഅദേ, അള്ളാഹുവിൻ്റെ വഹി വരട്ടെ, എനിക്കതിൽ എൻ്റെ ഇഷ്ടം പറയാൻ കഴിയില്ല, അള്ളാഹു നിയമമിറക്കി തരട്ടെ, ഇവിടെ കാത്തിരിക്കുക എന്ന് പറഞ്ഞു. നസലൽ അമീനു ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ തങ്ങൾ ഇറങ്ങി വന്നു, നബി തങ്ങൾക്ക് വഹി വന്നു. സൂറത്തുന്നൂറിലെ 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെ ആയത്ത് വരെ, ആ 9-ാമത്തെ ആയത്ത് വരെ ഇറങ്ങുന്നത് ഈ ചോദ്യവും ഈ സംഭവവും നടന്നതിൻ്റെ പിന്നിലാണ്. ആയത്തിന്റെ അർത്ഥം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യർമൂന അസ്വാജഹും, സ്വന്തം ഭാര്യയെക്കുറിച്ച് വ്യഭിചാര ആരോപണം പറയേണ്ടി വരുന്ന ചില ആളുകൾ, അത്തരം സാഹചര്യങ്ങൾ അവർ കണ്ണിൽ കണ്ടു, അല്ലെങ്കിൽ അവരതിന് സാക്ഷികളാണ്. വലം യകുൽ ലഹും ശുഹദാഉ ഇല്ലാ അൻഫുസുഹും, അവർക്ക് അവരെന്ന ഒരാളല്ലാതെ മറ്റു സാക്ഷികൾ കൂടെ വിസ്തരിക്കാൻ അവർക്കില്ലതാനും, അവർ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? ഫശഹാദതു അഹദിഹിം, ഭാര്യയും ഭർത്താവും അള്ളാഹുവിൻ്റെ പേര് വെച്ച് അവിടെ സത്യം ചെയ്യുകയാണ് വേണ്ടത്. സാക്ഷിയില്ലല്ലോ, ഭാര്യയും ഭർത്താവും സത്യം ചെയ്യണം. അതിനാണ് ലിആൻ എന്ന് പറയുന്നത്. ലിആൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും ത്വലാഖ് സംഭവിച്ചു, രണ്ടുപേരും പിരിഞ്ഞു പോകണം, പിന്നെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ലിആനിന്റെ നിയമം പറയുന്നു, ഫശഹാദതു അഹദിഹിം അർബഉ ശഹാദാതിൻ ബില്ലാഹ് ഇന്നഹു ലമിനസ് സാദിഖീൻ. 4 തവണ ഭർത്താവ് പറയണം, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ എൻ്റെ ഭാര്യ വ്യഭിചരിക്കുന്നത് കണ്ടു. വല്ലാഹി 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 എന്ന് പറഞ്ഞ അള്ളാഹിന്റെ നാമം വെച്ചുകൊണ്ട് 4 പ്രാവശ്യം സത്യം ചെയ്യണം. 5-ാമത്തേത് വൽ ഖാമിസത അന്ന ലഅനതല്ലാഹി അലൈഹി ഇൻ കാന മിനൽ കാദിബീൻ, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയട്ടെ, എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങട്ടെ എന്ന് ഭർത്താവ് 5 സാക്ഷ്യം പറയണം. ഇവിടെ 4 സാക്ഷികൾക്ക് പകരം 4 സാക്ഷ്യം ഇയാൾ പറയണം. 5-ാമത്തേത്, ഞാൻ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹിന്റെ ശാപം എൻ്റെ മേലുണ്ടാകട്ടെ എന്ന് പറയണം. ഇത് പറയുമ്പോൾ ഒരു പെണ്ണ് തൻ്റെ ഭാര്യ അത് സമ്മതിക്കുകയാണെങ്കിൽ ആ പെണ്ണിൽ ശിക്ഷ നടപ്പാക്കപ്പെടും. വയദ്റഉ അൻഹൽ അദാബ്, ആ പെണ്ണ് ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടണം എന്ന് അവിടെ അവൾക്ക് തീരുമാനമുണ്ടെങ്കിൽ അവൾക്ക് പറയാം, അൻ തശ്ഹദ 4 ശഹാദാതിൻ ബില്ലാഹി ഇന്നഹു ലമിനൽ കാദിബീൻ, അല്ലാഹനെ തന്നെയാണ് സത്യം, അല്ലാഹനെ തന്നെയാണ് സത്യം, വല്ലാഹി വല്ലാഹി എന്ന് 4 തവണ പറഞ്ഞ് എൻ്റെ ഭർത്താവ് പറയുന്നത് നുണയാണ് എന്നവൾ സത്യം ചെയ്ത് പറയണം. വൽ ഖാമിസത, 5-ാമത്തേത് അവൾ പറയണം, അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനസ് സാദിഖീൻ, തൻ്റെ ഭർത്താവ് പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ എൻ്റെ മേൽ അള്ളാഹിന്റെ കോപം ഇറങ്ങട്ടെ എന്നും അവൾ പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശിക്ഷ നടപ്പാക്കപ്പെടാൻ ഒരു നിലക്കും സാധ്യമല്ല. ഹബീബിന്റെ മുമ്പിൽ ഈ വിഷയം വന്നു. ആ വിഷയം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അവൾ പ്രസവിക്കട്ടെ, അവൾ പ്രസവിച്ചു നോക്കട്ടെ. പ്രസവിച്ചു നോക്കിയിട്ട് ആ കുഞ്ഞിൻ്റെ കാല് വണ്ണമുള്ള ഉരുണ്ട കാലും ചുരുളൻ മുടിയും ഇരുണ്ട തവിട്ട് നിറമുള്ള സ്കിൻ കളറുമാണ് ആ കുഞ്ഞിൻ്റേതെങ്കിൽ ഈ പെണ്ണ് പറഞ്ഞത് നുണയാണ് എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തും. അല്ലെങ്കിൽ ഇവൾ പറഞ്ഞത് സത്യം തന്നെയാണ്. ഭർത്താവ് ആരോപണം ഉന്നയിച്ചു, പെണ്ണ് പറഞ്ഞു വല്ലാഹി ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഹബീബിന്റെ മുമ്പിൽ. കുഞ്ഞ് ജനിച്ചു നോക്കുമ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെയുള്ള സ്വഭാവം. കാരണം ആരെക്കുറിച്ചാണോ വ്യഭിചാരാരോപണം നടത്തിയത് ആ മനുഷ്യന്റെ ശരീരപ്രകൃതം അങ്ങനെയായിരുന്നു. പുണ്യനബി പറഞ്ഞു, അള്ളാന്റെ നിയമം ഈ ലോകത്ത് നടപ്പാക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ച ചില പരിധികളുണ്ട്. ആ പരിധിയിൽ എനിക്കിവളെ ശിക്ഷിക്കാൻ പറ്റൂല. ഞാൻ അറിയുന്ന തെളിവ് പ്രകാരം അവൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. പക്ഷെ അവൾ ലിആൻ എന്ന് പറയുന്ന ലഅനത്തുണ്ടാകട്ടെ, എൻ്റെ മേൽ അള്ളാന്റെ ഗളബും ദേഷ്യവും ഉണ്ടാകട്ടെ എന്ന് സത്യം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞതിനാൽ
എനിക്കവളെ ശിക്ഷിക്കാൻ കഴിയില്ല, ബാക്കി ആഖിറത്തിലാണ് നടക്കുന്നത്, ദുന്യാവിൽ അവളുടെ മേൽ ശിക്ഷിക്കുക എനിക്ക് സാധ്യമല്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഹദീസിലേക്ക് വരാം. അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന ബൈന റജുലി വംറഅതിഹി, ഒരു പെണ്ണിന്റെയും ആണിന്റെയും ഇടയിൽ ലിആനിന്റെ നിയമം നബി തങ്ങൾ നടപ്പാക്കി. ഫൻതഫാ മിൻ വലദിഹാ, ഭർത്താവ് പറഞ്ഞു, നബിയെ, ആ പെണ്ണ് പ്രസവിക്കാൻ പോകുന്ന പെണ്ണ്, ആ കുഞ്ഞ് എൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞപ്പോ ഫഫറഖ ബൈനഹുമാ വഅൽഹഖൽ വലദ ബിൽ മർഅ, ആ കുഞ്ഞിനെ പെണ്ണിനോട് ഏറ്റെടുക്കാൻ വേണ്ടി പറയുകയും രണ്ടുപേരെയും എന്നേക്കുമായി പിരിച്ചു കളയുകയും ചെയ്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റവാഹുൽ ബുഖാരി വ മുസ്ലിം, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണിത്. ആ കുഞ്ഞിൻ്റെ പിതൃത്വം പിതാവ് നിഷേധിക്കുകയാണെങ്കിൽ അതിനവിടെ തെളിവുമുണ്ടായിരുന്നു. പക്ഷേ പെണ്ണ് ഇങ്ങനെ സത്യം ചെയ്തതിൻ്റെ പേരിൽ അവളെ ശിക്ഷിക്കാൻ ദുന്യാവിൽ പിന്നെ പാടില്ല. ആ കുഞ്ഞിൻ്റെ പിതൃത്വം അയാൾ നിഷേധിച്ചപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം പെണ്ണിനെ, ഉമ്മയെ നബി അള്ളാഹുവിൻ്റെ റസൂല് ഏൽപ്പിച്ചുവെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ ഹദീസാണിത്. ലിആൻ നടക്കുകയാണെങ്കിൽ പോലും, ലിആൻ എന്നത് ലഅനത്ത് പറയുക എന്ന വാക്കിൽ നിന്നാണ് ലിആൻ എന്ന പ്രയോഗം. 4 സാക്ഷ്യം പറയുകയും അഞ്ചാമത്തേതിൽ അന്ന വൽ ഖാമിസത അന്ന ലഅനതല്ലാഹ്, അള്ളാന്റെ ലഅനത്ത് ഇറങ്ങട്ടെ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ലിആൻ എന്ന് പറയുന്നത്. ഇത് ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള നിയമമാണ്. ഭാര്യ ചെയ്ത ഒരു തെറ്റ് ഭർത്താവ് കാണുകയും 4 സാക്ഷികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ കോടതിക്ക് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കേണ്ടത് ലിആനിലൂടെയാണ്. അതുണ്ടായാൽ രണ്ടുപേരെയും വേർപെടുത്തുകയും കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം അപ്പോഴും അതിൽപ്പെട്ട ഭർത്താവോ ഭാര്യയോ ഒരാൾ ഏറ്റെടുക്കൽ നിർബന്ധമാണ്. ഈ വിഷയത്തിൽ ഭർത്താവ് നിഷേധിച്ചതിൻ്റെ പേരിൽ ഭാര്യയെ അത് ഏൽപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുഞ്ഞിന് പാല് കൊടുക്കുന്നത്, മുലയൂട്ടുന്നത് ഒരു കുഞ്ഞിൻ്റെ ഹക്കാണ്, ഒരു കുഞ്ഞിൻ്റെ ബാധ്യതയാണ്, ആ കുഞ്ഞിൻ്റെ അവകാശമാണ്, ബാധ്യതയാണ് ഉമ്മയ്ക്ക്, ബാധ്യതയാണ് ഭർത്താവിൻ്റെ പേരിൽ. തൻ്റെ പെണ്ണിന് പാല് കൊടുക്കാൻ കഴിയില്ല എങ്കിൽ ആ കുഞ്ഞിനാവശ്യമായ രീതിയിൽ അതിൻ്റെ പരിചരണം ഒരുക്കി കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ, കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ബാധ്യതയാണ്. നോക്കണേ, വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതെല്ലാം ഖുർആൻ പറയാൻ. സൂറത്തുൽ ബഖറ 233 ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽവാലിദാതു യുർദിഅന ഔലാദഹുൻ, പ്രസവിച്ച പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങളെ മുലയൂട്ടണം. ഹൗലൈനി കാമിലൈൻ, 2 വർഷം. ലിമൻ അറാദ അൻ യുതിമ്മ റദാഅ, മുലയൂട്ടുന്നത് പൂർണ്ണമായി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം 2 വർഷം. 2 വർഷം നിർബന്ധമല്ല, അതിൽ നേരത്തെ നിർത്താം. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന, ആരാണോ പ്രസവിച്ചത് ആ പെണ്ണിൻ്റെ റിസ്ഖ്, അവളുടെ ഭക്ഷണം, അവളുടെ താമസം, അവളുടെ പാർപ്പിടം, അവളുടെ വസ്ത്രം, ഇതെല്ലാം കുഞ്ഞിൻ്റെ വാപ്പയാണ് കൊടുക്കേണ്ടത്. ബിൽ മഅറൂഫ്, ആ പെണ്ണിനോട് യോജിക്കുന്ന വിധം, അവളുടെ സ്റ്റാറ്റസിനോട്, തറവാടിനോട്, കുടുംബ മഹിമയോട് യോജിക്കുന്ന വിധമുള്ള വസ്ത്രവും ഭക്ഷണവും താമസവും ആ പെണ്ണിനൊരുക്കി കൊടുക്കേണ്ടത് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ബാധ്യതയാണ്. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹാ, ഒരാളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് അള്ളാഹു നിർബന്ധിപ്പിക്കുകയില്ല. അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം. ഒരു പെണ്ണ് പറയാൻ എനിക്ക് ഇത്ര കോടിയുടെ വീട് വേണം, അതൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അയാളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കണം. ലാ തുളാറ ബാലിദതും ബിവലദിഹാ വലാ മൗലൂദുൻ ലഹു ബിവലദിഹി. നോക്കണം, 2 വർഷം കുഞ്ഞിന് മുലയൂട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഫഇൻ അറാദ ഫിസാലൻ, മുലകുടി നിർത്തണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അൻ തറാദിം മിൻഹുമാ വതശാവുരിൻ, കുഞ്ഞിൻ്റെ വാപ്പയും കുഞ്ഞിൻ്റെ ഉമ്മയും എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും 2 പേരും ഒരുമിച്ച് സമ്മതിച്ച് പൊരുത്തപ്പെട്ട് വതശാവുരിൻ, അവര് പരസ്പരം ചർച്ച ചെയ്തതിൻ്റെ ശേഷമാവണം
2 വർഷത്തിൽ താഴെ വരുമ്പോൾ കുഞ്ഞിനെ മുലകുടി നിർത്തേണ്ടത്. മുലകുടി നിർത്തുക എന്ന് പറഞ്ഞാൽ പെണ്ണൊറ്റക്ക് നിർത്തരുത് എന്നാണ്. തൻ്റെ ഭർത്താവിനോട് കൂടി ആലോചിക്കണം, ഭർത്താവും കൂടെ അതിന് തൃപ്തിയാവണം. അങ്ങനെ രണ്ടുപേരും തറാദിം മിൻഹുമാ വതശാവുരിൻ, പരസ്പരം മശ്വറ ചെയ്തുകൊണ്ട് കൂടിയാലോചിച്ചുകൊണ്ട് കൺസൾട്ടേഷൻ ചെയ്തതിൻ്റെ ശേഷമാവണം 2 വർഷത്തിൽ താഴെ മുലകുടി നിർത്തേണ്ടത്. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ജനിച്ചു വീണ ഒരു കുഞ്ഞിൻ്റെ ശരീരം അതിനാവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ പോകരുത്, ഒരു കുഞ്ഞിന് കിട്ടേണ്ട ന്യൂട്രീഷൻ ലഭിക്കാതെ പോകരുത്, ആ കുഞ്ഞിൻ്റെ ഫിസിക്കൽ ഗ്രോത്തിന് തടസ്സമാകുന്ന അവസ്ഥകൾ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും ഒത്തുസമ്മതിച്ച് പരസ്പരം ചർച്ച ചെയ്തതിൻ്റെ ശേഷമാണ് 2 വർഷത്തിൽ താഴെയാകുമ്പോൾ മുലകുടി നിർത്തേണ്ടത് എന്നുപോലും വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്തു. ഇതൊക്കെ ദീനാണ്. നമ്മൾ വിചാരിക്കും ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും നിസ്കരിക്കലും നോമ്പൊരുക്കലും റമദാൻ മാസം ഉള്ളൂ. ഇതൊക്കെ ദീനാണ്. ഒരു കുഞ്ഞിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഈ ചർച്ച ചെയ്യുന്നത്. നോക്കണേ, കുഞ്ഞിനെ നല്ല പേരിടണം, നല്ല പേര്, അർത്ഥമുള്ള പേരുകൾ, നല്ല പേരുകൾ ഇടണം. അതൊരു പിതാവിൻ്റെ ബാധ്യതയാണ്. ആ കുഞ്ഞിന് വേണമെങ്കിൽ ജനിച്ച അന്ന് പേരിടാം, അല്ലെങ്കിൽ 7ൻ്റെ അന്ന് പേരിടൽ പ്രത്യേക സുന്നത്ത്. കുല്ലു ഗുലാമിൻ മുർതഹനുൻ ബിഅഖീഖതിഹി തുദ്ബഹു അൻഹു യൗമ സാബിഇഹി വയുഹ്ലഖു വയുസമ്മാ. ഹദീസിൽ കാണാൻ കഴിയും, മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു തന്നു. ഓരോ കുഞ്ഞിനും ഒരു അഖീഖത്ത് അറുക്കണം. പിശാച് മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്നവനാണ്. പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ മോചിപ്പിക്കാൻ വേണ്ടി ആ കുഞ്ഞിനു വേണ്ടി ഒരു മൃഗത്തെ ബലി കൊടുക്കണം, അല്ലെങ്കിൽ അഖീഖത്ത് കൊടുക്കണം എന്ന് നബി തങ്ങൾ പറഞ്ഞു. പറ്റുന്നവർ കുല്ലു ഗുലാമിൻ മുർതഹനുൻ ബിഅഖീഖതിഹി, പിശാചിന്റെ പിടുത്തത്തിൽ നിന്ന് ഒരു കുഞ്ഞിന് രക്ഷപ്പെടാൻ കഴിയുന്നത് ആ കുഞ്ഞിന് വേണ്ടി കുഞ്ഞിന്റെ പിതാവ് അഖീഖത്ത് അറുക്കുമ്പോഴാണ്. തുദ്ബഹു അൻഹു യൗമ സാബിഇഹി, കുഞ്ഞിന്റെ ജനനം കഴിഞ്ഞ് 7ാമത്തെ ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. വയുഹ്ലഖു വയുസമ്മാ, കുഞ്ഞിന്റെ മുടി നീക്കുകയും കുഞ്ഞിനെ നല്ല പേര് വെക്കുകയും ചെയ്യണം. ആ കുഞ്ഞിന്റെ മുടി നീക്കുമ്പോൾ ആ മുടിയുടെ തൂക്കം എത്രയാണോ മില്ലി ആയിരിക്കും. ആ മില്ലിക്കണക്കിനാണെങ്കിലും അതിൻ്റെ തൂക്കത്തിനളവ് സ്വർണമോ വെള്ളിയോ പറ്റുന്നവർ ദാനം ചെയ്യലും പ്രത്യേകമായ സുന്നത്താണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമ്മളൊക്കെ കഴിയുന്ന സഹായം ചെയ്യണേ, എല്ലാവരും സഹായിക്കണം. നമ്മളൊരു ചെറിയ ഈത്തപ്പഴം, നമ്മുടെ സുക്കരി ഈത്തപ്പഴം, ഇവിടെ ഈത്തപ്പഴല്ലേ, മാഷാ അല്ലാഹ്, നമ്മുടെ ചേലേമ്പ്ര പാടം പൊറ്റമ്മൽ ശംസുലുലമ മദ്രസ, അതിന് സ്ഥലം വാങ്ങിക്കണം. അതിനു വേണ്ടി 100 രൂപ ആണതിന് കോസ്റ്റ് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നൊരു സഹായം, 100ൽ കുറയരുത്. ഒരു 250 ആൾക്കെങ്ങനെ 400 ആൾക്ക് എത്രയുള്ളത്, എത്രയുള്ളത് 500 ആൾക്കുള്ളുണ്ട്. അത്രയേ ഉള്ളൂ. അതെന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന്, നമ്മുടെ മദ്രസയ്ക്ക് സ്ഥലം വാങ്ങിക്കാനാണ്. അതിൻ്റെ പേര് നിങ്ങൾക്കൊരു സമ്മാനമായി ഒരു സ്വതക്ക നിങ്ങൾ നൽകുകയുമായി. നമ്മുടെ സംഘാടകർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവരും. അത് കൊണ്ടുവരുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കണം, അത് നിങ്ങൾ വാങ്ങിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഒന്ന് എഴുന്നേറ്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ ഇൻഷാ അല്ലാഹ്. ഒരു 40 മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞു നിർത്തും ഇൻഷാ അല്ലാഹ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കണേ ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ ഈത്തപ്പഴൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരെ നിങ്ങളത് വാങ്ങിക്കണേ, മറന്നു പോകരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കുല്ലു ഗുലാമിൻ മുർതഹനും ബിഅഖീഖതിഹി, വാപ്പക്കത് അറുക്കാൻ പറ്റിയില്ല എങ്കിൽ മക്കൾ വലുതായാൽ അവരുടെ അഖീഖത്ത് അവർക്ക് പോലും അറുക്കാൻ പറ്റുമെന്നാണ്. 7ൻ്റെ അന്ന് അറുക്കുക ഇല്ലേ, അതിനുശേഷം എപ്പോഴാണോ സാധിക്കുന്നത് വൈകാതെ തന്നെ അത് ചെയ്തുകൊള്ളുക. ആടാണെങ്കിൽ ഏറ്റവും ഉത്തമമായത്
പൂർണ്ണമായത് ഒരു ആൺകുട്ടിക്ക് 2 ആടും ഒരു പെൺകുട്ടിക്ക് 1 ആടും, കന്നാണെങ്കിൽ 2 പേർക്കും ഓരോന്ന്. നോക്കണം, ഒരാളെ കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. നമ്മൾ നാട്ടിലൊക്കെ ഒരു മത്സരിക്കുന്ന സ്വഭാവമുണ്ട്. 400 കിലോൻ്റെ 400 കിൻഡലാണ് ഞങ്ങൾ ഇറച്ചി വാരി കൊടുത്തത്. എന്തിനാണ് ഈ മേനിയൊക്കെ പറയുന്നത്? നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം. ആ ഹഖീഖത്ത് വാങ്ങുന്നതോ ബാങ്കിൽ നിന്ന് കൊണ്ടം വെച്ചിട്ട് പലിശക്കെടുത്തിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഒരു ഇബാദത്ത് ചെയ്യാനാണ് പോയി ചെയ്യുന്നത്. അവനവനെ കൊണ്ട് എന്നാണോ പറ്റുന്നത് അന്ന് ചെയ്താൽ മതി. അതുകൊണ്ടൊന്നും ഒരു മാനക്കേടും ഒരപമാനവും ആർക്കും വരുന്നില്ല. അവനവന് കഴിയുന്നതല്ലേ. ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഇങ്ങനെയൊക്കെ അല്ലാഹ് പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ കൊണ്ട് കഴിയുന്നത് ചെയ്താൽ മതി. ആ ചെയ്യുമ്പോഴേ ഒരു മേനി പറയാനായി പോകരുത്. ഒരിക്കലും മഹിമ പറയാ, ഞങ്ങളെ വീട്ടുകാര്, ഞങ്ങളുടെ തറവാട്ടുകാര് അത്ര കഴിവുള്ളവരാ, ഇത്ര കഴിവുള്ളവരാ. അതൊക്കെ എന്തായാലും നാട്ടുകാർക്കൊക്കെ അറിയാം നമ്മുടെ കഴിവ് എത്രയാന്നല്ലേ. നമുക്ക് എന്തുണ്ട്, നമ്മൾ എന്ത് കാണിച്ചു കൂട്ടിയാലും അതെന്താണെന്ന് ആൾക്കാർക്ക് അറിയാം. പിന്നെ എന്തിനാ കാണിച്ചു കൂട്ടുന്നത്? അതുകൊണ്ട് പറ്റുന്നവർ പറ്റുന്ന സമയത്ത് ചെയ്യാം. കഴിവുണ്ടോ? കുഞ്ഞിൻ്റെ ജനിച്ച് 7ൻ്റെ അന്നാണ് അതിൻ്റെ സുന്നത്ത്. കുഞ്ഞിൻ്റെ ജനനം കഴിഞ്ഞ് 7ാമത്തെ ദിവസം, അതാണ് അതിൻ്റെ സമയം, അഫ്ളലായ സമയം. എപ്പോഴും ചെയ്യാം, അതിൻ്റെ അഫ്ളൽ അങ്ങനെയാണ്. എന്നിട്ട് ഏറ്റവും നല്ല പേര് വെക്കണം, മോശപ്പെട്ട പേര് വെക്കരുത്. ആസിയ എന്ന പേരുള്ള ഒരു കുഞ്ഞിനെ ജമീല എന്ന നിബിധങ്ങൾ പേര് മാറ്റിയിട്ടുണ്ട്. ആസിയ എന്ന് പറഞ്ഞാൽ എതിര് ചെയ്യുന്നവൾ എന്നാണ്. അന്നൊക്കെ അങ്ങനെ അംർ ഇബ്ൻ അൽ ആസ് ശത്രുക്കളെ കാണുമ്പോൾ അവരുടെ ഉദ്ദേശത്തിനെതിര് ചെയ്യുന്ന ആള്, ആയവൾ, ആ അർത്ഥത്തിൽ ആസിയ എന്നൊക്കെ പേരിടുന്നത്. പക്ഷേ അതിൻ്റെ ഒരർത്ഥം തെറ്റ് ചെയ്യുന്നവൾ എന്നുമാണ്. അതുകൊണ്ട് തങ്ങളത് മാറ്റി ആസിയ എന്ന പേരുള്ള, ആസിയ എന്നല്ലേ ഐന്, ആസിയ സ്വാദ്, ആസിയ ഉണ്ട്. ആസിയ ബിൻത് മുസാഹിം, ഫിർഔനിന്റെ ഭാര്യയായിരുന്ന ആസിയ ബീവി റളിയല്ലാഹു അൻഹ, അത് ആസിയ, അതിന് കുഴപ്പമില്ല. ഇത് ആസിയ, ഐനും സ്വാദും വരുന്നത്. അത് നബി തങ്ങൾ ജമീല എന്നാക്കി മാറ്റിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്റം എന്ന പേരുള്ള ഒരാളുടെ പേര് സുർഅ എന്ന് നബി തങ്ങൾ മാറ്റിയിട്ടുണ്ട്. എത്രയോ പേരുകൾ നല്ല അർത്ഥമില്ലാത്തത് അർത്ഥമുള്ള പേരുള്ളതായി നബി തങ്ങൾ മാറ്റിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ കുട്ടികളെ കാണുമ്പോഴേ അവർക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ, അവർക്ക് ഒരു ആത്മധൈര്യം കൊടുക്കാൻ അവരെയൊക്കെ നിബിധങ്ങൾ പേര് വിളിക്കുമായിരുന്നു. പേര് വിളിക്കുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഇഷ്ടപ്പെടുന്ന കാര്യം. കുട്ടികൾ ഇപ്പം മദ്രസയിലെ ഉസ്താദുമാർ ഉദാഹരണം പറയാ, മുമ്പിലിരിക്കുന്ന അവന്, അവള്, പച്ചത്തട്ടം, ചുവന്ന കുപ്പായം, അങ്ങനെ പറയാതെ ഫാത്തിമ, മുഹമ്മദ്, അഹമ്മദ്, ജുബൈർ, ഹംസ, പേര് പറയാ. ആ കുട്ടികളുടെ പേര് വിളിക്കണം എന്നാണ്. പേര് പഠിക്കാൻ ഒരുപക്ഷെ ആദ്യത്തെ 1, 2, 3 പീരീഡ് ചിലപ്പോൾ പേര് കിട്ടിയില്ല എന്ന് വരാം. അർജന്റായിട്ട് പേര് പഠിക്കണം എന്നാ. കുട്ടികളെ പേര് കൊണ്ട് വിളിക്കൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മളെ വീട്ടിലെ കുട്ടികളുടെ പേര് നമുക്കറിയായിരിക്കും. പക്ഷെ നമ്മൾ ഇടക്ക് കാണാനിടയുള്ള അയൽപക്കത്തെ നമ്മുടെ ബന്ധങ്ങളിലെ മക്കളുടെ പേര് പഠിച്ചു വെക്കണം. കാണുമ്പോഴേക്കോ എൻ്റെ പേരെന്തായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോൾ ആ കുട്ടിക്ക് തന്നെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന. ഞാൻ അധ്യാപകനാണ്, പഠിപ്പിക്കുന്ന ആളാണ്. ഒരുപക്ഷെ എൻ്റെ സ്കൂളിലെ അബുദാബിയിലെ ഒരു 250-300 കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നു. അവരുടെ പേര് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് എൻ്റെ സ്റ്റുഡൻസാണ്. എനിക്കവരോട് സംസാരിക്കുമ്പോൾ പേര് വിളിച്ചിട്ടാണ് സംസാരിക്കേണ്ടത്. പേര് വിളിക്കുമ്പോൾ കുട്ടികൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എൻ്റെ സാറിന് എന്നെ അറിയാം, അല്ലെങ്കിൽ ഞാനങ്ങനെ അറിയപ്പെടാത്ത ഒരാളൊന്നും അല്ല, എന്നെ കരുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കുട്ടിക്ക് തോന്നും. അത് പഠിപ്പിക്കുന്ന അധ്യാപകർ സ്കൂളിലാണെങ്കിലും നഴ്സറിയിലാണെങ്കിലും അൽബിറിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും നിർബന്ധമായും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മുതഅല്ലിമീങ്ങളുടെ പേര് പെട്ടെന്ന് പഠിക്കണം. ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആദ്യത്തെ ടാസ്ക് ഈ കുട്ടികളെ പേര് പഠിക്കലാണ്. കാരണം പലപ്പോഴും നമ്മൾ തെറ്റിപ്പോവും. ഇടയ്ക്കൊക്കെ ചോദിക്കേണ്ടി വരും പേര്. ഒരുപാട് മക്കളെ പഠിപ്പിക്കുമ്പോൾ ഈ 300, 500, 1000 മക്കളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടാവും. അവരൊന്നും എല്ലാവരെയും ഓർക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ അവരുടെ പേര് വിളിക്കുന്നത് അത് വല്ലാത്ത ഇഷ്ടമാണ്. ആരും ഇഷ്ടപ്പെടും. പുണ്യനിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മുടെ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൊച്ചനുജനുണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കൊച്ചനുജൻ. ആ അനുജൻ്റെ പേര് തങ്ങൾ പേരിട്ട് വിളിച്ചത് യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ.
അബൂ ഉമൈർ, ഉമൈറിന്റെ മകനെ, ഇത് പറയുമ്പോ ഉമൈറിന്റെ വാപ്പയെ, ഉമൈറിന്റെ വാപ്പ, ഇത് ആരാ പറയണത്? ചെറിയ കുട്ടിനെ. ആ കുട്ടി കല്യാണം കഴിച്ചിട്ടില്ല, ആ കുട്ടിക്ക് കുഞ്ഞുമായിട്ടില്ലല്ലോ, ചെറിയ മോനല്ലേ. പക്ഷെ അറബികൾക്ക് വാപ്പ അബൂ എന്ന് ചേർത്ത് പറയുന്ന പേരുകൾ വലിയ ഇഷ്ടമാണ്. അപ്പം നമുക്കൊരു മൂത്ത മകനുണ്ടെങ്കിൽ ആ മകൻ്റെ പേരിലാണ് ആ വാപ്പയെ അറിയപ്പെടുക. ഇപ്പം മുഹമ്മദ് എന്ന പേരുള്ള ഒരാൾക്ക് അഹമ്മദ് എന്ന് പറഞ്ഞ മൂത്ത മോനുണ്ടെങ്കിൽ അബൂ അഹമ്മദ് എന്നാ പിന്നെ അയാളെ വിളിക്കുള്ളൂ. മുഹമ്മദ് എന്ന് വിളിക്കുന്നില്ല, അബൂ അഹമ്മദ്, അഹമ്മദിൻ്റെ വാപ്പ. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞത്ത് വിളിക്കുക എന്നാണ് അതിന് പറയാം. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ പേര്, ഈ പെൺകുട്ടികളെ ഉള്ളൂ എങ്കിൽ അതിൽ മുതിർന്നവരുടെ പേര്. അബൂ ഹനീഫ, ഹനീഫ എന്ന് പറയുന്നത് അബൂ ഹനീഫ തങ്ങളുടെ മകളുടെ പേരാണ്. ആ മകളുടെ വാപ്പ എന്നാണ് അബൂ ഹനീഫയുടെ പേര് റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ. നമ്മൾ ഹനീഫ എന്ന ആൺകുട്ടിക്കും പേരിടും, അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് തോന്നുന്നു അല്ലേ. ശരിക്ക് പെൺകുട്ടിയുടെ പേരാണ് അബൂ ഹനീഫ. അത് അറബികളുടെ സംസ്കാരത്തിൽ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കൊച്ചനുജനെ, ആ അനുജന്റെ കുഞ്ഞിൻ്റെ അടുത്ത് നുഗൈർ എന്ന് പറയുന്നൊരു ചെറിയ പക്ഷിയെ പിടിച്ചു കൂട്ടിലാക്കിയിരുന്നു. പക്ഷിക്കുഞ്ഞിനെ വലിയ ഇഷ്ടമായിരുന്നു ഈ കുട്ടിക്ക്. ആ പക്ഷിയെ ഇങ്ങനെ കളിപ്പിക്കും. അപ്പൊ തങ്ങൾ ഇടക്ക് കാണുമ്പോൾ ചോദിക്കും, യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. നുഗൈർ എന്ന് പറയാൻ ഇപ്പുറത്ത് കുട്ടിയോട് പ്രാസമൊത്തൊരു പേര് തങ്ങൾ വിളിക്കുകയാണ്, അബൂ ഉമൈർ. യാ അബാ ഉമൈർ മാ ഫഅല നുഗൈർ. അബൂ ഉമൈറെ, നിങ്ങളുടെ നുഗൈർ എന്ന പക്ഷിപ്പ് എന്താ ചെയ്തത്? എന്താ നിന്റെ പക്ഷിയുടെ വർത്തമാനം എന്ന് ചോദിക്കുകയാണ്. കുട്ടികളൊക്കെയാണെങ്കിൽ അവരുടെ ടോയ് ഉണ്ടാവും. നിന്റെ ബാറ്ററിക്ക് പോണ കാർ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? നിന്റെ സൈക്കിൾ എന്താ ഓടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ നബി തങ്ങൾ ചോദിച്ചു, അബൂ ഉമൈർ, നിങ്ങളുടെ പക്ഷിയുടെ കഥ എന്തായി? ഒരിക്കൽ ആ പക്ഷി ചത്തുപോയി. അങ്ങനെ വലിയ സങ്കടത്തിലായിരുന്നു കുട്ടി. അങ്ങനെ നബി തങ്ങൾ ഇടക്ക് വന്ന് കണ്ട് ചോദിച്ചപ്പോൾ, അനസേ, എന്താ നിന്റെ അനിയൻ വല്ലാണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ പറഞ്ഞു, നബിയെ മാത്തസിൻ നുഗൈർ, അവൻ്റെ പക്ഷി ചത്തുപോയതാ നബി, ആ സങ്കടത്തിലാ. എന്നിട്ട് നബി തങ്ങൾ ആ കുട്ടിയെ കാണാൻ വേണ്ടി വരികയും പക്ഷി ചത്തുപോയി സങ്കടപ്പെട്ട് കഴിയുന്ന ആ മോനെ, അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഈ മത്സ്യത്തെ ഇങ്ങനെ പോറ്റുന്ന കുട്ടികൾ അക്വേറിയം ഉണ്ടാക്കി വെക്കുമ്പോൾ അവർ ആമയെ വളർത്തും, ചിലപ്പോൾ പക്ഷിയെ വളർത്തും, തത്തമ്മയെ വളർത്തും, അല്ലെങ്കിൽ ചെറിയ ലവ് ബേർഡ്സിനെ വളർത്തും. അതൊക്കെ ചത്തുപോയാൽ ഒന്നുമല്ല, ആടിനെയും പശുക്കളെയും വളർത്തുന്ന ഉമ്മമാരും ഉപ്പമാരും അവർക്ക് അതൊക്കെ മക്കളെ പോലെ ആയിരിക്കും. അതിനോട് കഥ പറയും, അതിനെ കുളിപ്പിക്കും, അതിനോട് ചിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അതൊക്കെ ചത്തുപോയാൽ വലിയ സങ്കടമായിരിക്കും. ആ സങ്കടം അവർക്കേ അറിയുള്ളൂ. എനിക്കറിയാം, ഒരു പൂച്ച ചത്തുപോയിട്ട് 1-2 കൊല്ലം സങ്കടപ്പെട്ട ഒരാളെ എനിക്കറിയാം. 2 കൊല്ലം പറയും, എന്നാൽ എൻ്റെ പൂച്ചനെ ഓർമ്മ വരികയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, പടച്ചോനെ, ഒരു പൂച്ചനൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കണം, അതിനൊന്നും കുഴപ്പമില്ല. ചില ആളുകളുടെ മനസ്സങ്ങനെയാണ്, അവർക്കത് വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. തങ്ങൾ ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ വേദന മനസ്സിലാക്കി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു. ആ പക്ഷി ചത്തുപോയ സങ്കടത്തിൽ കഴിയുന്ന അബൂ ഉമൈർ എന്ന് പറയുന്ന കൊച്ചുമോൻ, അനസ് തങ്ങളുടെ അനുജൻ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ അബൂ ഉമൈർ. തങ്ങൾ വിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഉമ്മ ഖാലിദ് ഹാദാ സന യാ ഉമ്മ ഖാലിദ്, ഹാദാ സന യാ ഉമ്മ ഖാലിദ്. ഉമ്മു ഖാലിദേ എന്ന് പറഞ്ഞ് ഒരു പൊന്നുമോളെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഹാദാ സന. സന എന്ന് പറയുന്നത് എത്യോപ്യൻ ഭാഷയിൽ ഹസനുൻ, നല്ലത് എന്നർത്ഥമാണ്. എത്യോപ്യൻ ഭാഷയാണ് തങ്ങളാ പറയുന്നത്, ഹാദാ സന. കാരണം ഈ മോള് തൻ്റെ ഉമ്മയോടുകൂടെ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ, ഹബിഷയിലേക്ക് ഹിജ്റ പോയ മോളാണ്. ആ മോളെ കണ്ടപ്പോൾ എത്യോപ്യൻ ഭാഷയിലെ ഒരു വാക്ക് നബി തങ്ങൾ പറഞ്ഞു, ഹാദാ സന യാ ഉമ്മ ഖാലിദ്. ഉമ്മു ഖാലിദേ, ഖാലിദിന്റെ ഉമ്മേ. ഇത് പറയുന്ന ചെറിയ മോളോടാ. ആ മോൾക്ക് ഖാലിദിന് കുഞ്ഞൊന്നും ആയില്ല, ചെറിയ മോളല്ലേ. പക്ഷേ നബി തങ്ങൾ ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു പേര് വിളിച്ചു എന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുഞ്ഞിൻ്റെ സംരക്ഷണം മാതാപിതാക്കളെ കൃത്യമായും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുകയാണ്. അൻത അഹഖു ബിഹി മാ ലം അൻതി അഹഖു ബിഹി